എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണെന്ന് അറിയാം. ഇന്നത്തെ ക്ലാസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരുപാട് പേര് കമന്റ് ചെയ്ത് റിക്വസ്റ്റ് ചെയ്തൊരു ടോപ്പിക്കോടാണ്. അതായത് എച്ച് ലുക്കപ്പ് എന്ന് പറയും. അപ്പൊ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ വി ലുക്കപ്പ് പറഞ്ഞായിരുന്നു. ഇന്ന് നമ്മൾ പറയുന്നത് എച്ച് ലുക്കപ്പ് ആണ്. നമ്മളൊരു ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഈ പറയുന്ന വി ലുക്കപ്പും എച്ച് ലുക്കപ്പും ഒന്നും പഠിക്കാതെ നമ്മൾ പോവുകയേ ചെയ്യല്. കാരണം അതറിയത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്തെ നമുക്ക് പിന്നെ എക്സലിലെ ഒന്നും അറിയില്ലെന്ന് തന്നെയാണ് ചുരുക്കം. കാരണം അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പേരുണ്ട്. അതിലെ രണ്ടുപേരാണ് ഈ പറയുന്ന വി ലുക്കപ്പും അതുപോലെ തന്നെ എച്ച് ലുക്കപ്പും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് എച്ച് ലുക്കപ്പ് എന്ന് പഠിക്കും. അപ്പൊ ഒരുപാട് പേര് പ്രയാസമാണെന്നൊക്കെ പറഞ്ഞ ഒരു ടോപ്പിക്കാണ്. പ്രയാസമൊന്നുമില്ല, നമുക്ക് എളുപ്പം തന്നെ പഠിച്ചെടുക്കാം. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കും അങ്ങനെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല, നമുക്കപ്പോൾ ഇന്നത്തെ നമ്മളുടെ ക്ലാസ്സിലേക്ക് കടക്കാം. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ എച്ച് ലുക്കപ്പിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അപ്പൊ ആരും ഇന്നത്തെ ക്ലാസ് മിസ്സാക്കണ്ട. അപ്പൊ നമുക്കിനി ക്ലാസ്സിലേക്ക് വരാം. എച്ച് ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ മൊത്തം പേര് ഹൊറിസോണ്ടൽ ലുക്കപ്പ് എന്നാണ്. അപ്പൊ അത് പഠിച്ചിരിക്കണം. എച്ച് ലുക്കപ്പ് മീൻസ് ഹൊറിസോണ്ടൽ ലുക്കപ്പ്, വി ലുക്കപ്പ് മീൻസ് വെർട്ടിക്കൽ ലുക്കപ്പ് എന്നാണ്. ഇനിയും എന്താണ് ഈ ഒരു എച്ച് ലുക്കപ്പ് എന്ന് പറഞ്ഞാല്, ഒരു ടേബിളിലെ ഒന്നാമത്തെ റോയിൽ നിന്നും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ മറ്റൊരു റോയിൽ നിന്നും കണ്ടെത്തുന്നു. അതാണ് ഈ പറയുന്ന ഹൊറിസോണ്ടൽ ലുക്കപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ചിലപ്പോൾ നമ്മൾ ഈ ഒരു ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല. അപ്പൊ ഇനി എന്താണെന്ന് നമുക്കിത് ചെയ്ത് കഴിയുമ്പോൾ വളരെ എളുപ്പം മനസ്സിലാകും. അന്നേരം തോന്നും ഇത്ര എളുപ്പമായിരുന്നു ഈ പറയുന്ന എച്ച് ലുക്കപ്പ് എന്ന്. അപ്പൊ അതായത് നമ്മൾ പറഞ്ഞത് ഒരു ടേബിളിലെ ഒന്നാമത്തെ റോയിൽ നിന്നും, അതായത് ഈ കാണുന്ന ടേബിളിലെ ഒന്നാമത്തെ റോ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് നെയിം, അതുപോലെ തന്നെ കുറച്ചു പേരുടെ പേര്, ഇവിടെ തന്നിരിക്കുന്ന പേര്, ഇതാണ് ഒന്നാമത്തെ റോ. അപ്പൊ ഈ പറയുന്ന ഒന്നാമത്തെ ഒരു റോയിൽ നിന്നും നമ്മൾ ആരെയും ഒരാളെ എടുക്കുക, ഒന്നെങ്കിൽ അരവിന്ദ് എന്ന് പറയുന്ന കുട്ടിയെ എടുക്കുകയാണ്. നമ്മൾ സ്പെസിഫൈ ചെയ്ത വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ മറ്റൊരു റോയിൽ നിന്നും കണ്ടെത്തുക. അതായത് നമ്മൾ സ്പെസിഫൈ ചെയ്യുവാണ് അരവിന്ദിന്റെ മാത്സിന്റെ മാർക്ക് നമുക്ക് വേണം. അപ്പൊ ഈ മാത്സിന്റെ മാർക്ക് എന്ന് പറയുന്നത് ഇതിരിക്കുന്നത് മറ്റൊരു റോയിലാണ്. അപ്പൊ ഈ ഒരു റോയിൽ നിന്നും നമ്മൾ പറയുന്ന ആ ഒരു വാല്യൂ നമുക്ക് കണ്ടെത്തി തരുവാണ്. അതിപ്പോ അരവിന്ദിന്റെ മാത്രമാണോ എന്നില്ല, നമ്മളിപ്പോ ആരുടെ കൊടുത്താലും നമുക്ക് കിട്ടും. അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന എച്ച് ലുക്കപ്പ് എന്ന് പറയുന്നത്. എച്ച് ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ആണ്. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പൊ ഇത് ഒരു റോയാണ്, ഇത് അടുത്ത റോയാണ്. അപ്പൊ ഇങ്ങനെ റോയിൽ നിന്നായിരിക്കും നമുക്ക് വാല്യൂസിനെ റിട്രീവ് ചെയ്ത് എടുക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടൈറ്റിൽ നമുക്ക് ഇങ്ങനെ റോ ആയിട്ടായിരിക്കും വരുന്നത്. നമ്മൾ വി ലുക്കപ്പ് പറഞ്ഞപ്പോൾ ഈ ഒരു ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു വരുന്നത്, ഓരോ കോളത്തിലായിട്ടായിരുന്നു വരുന്നത്. അപ്പൊ വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ കാണുന്നതാണ് കോളം, ഇതിന് പറയുന്നതാണ് വെർട്ടിക്കൽ വി ലുക്കപ്പ്. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാല് ടൈറ്റിൽ ഇങ്ങനെ ഹൊറിസോണ്ടലി ഇരിക്കും, കണ്ടോ. അപ്പൊ നെയിം എന്ന് പറയുന്നത് ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടിരിക്കുന്നു, ആളുടെ ക്ലാസ്, അതുപോലെ തന്നെ സബ്ജക്റ്റിന്റെ മാർക്ക്, ഇതെല്ലാം ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ സംഭവം എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ആരുടെയെങ്കിലും ഒരു നെയിം പറയാണെന്ന് വിചാരിച്ചോ, നമ്മൾ പറഞ്ഞാലും ഇല്ലെങ്കിലും നമ്മളൊരു നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ആളുടെ കറസ്പോണ്ടിങ് മാത്സിന്റെ മാർക്ക്, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന മാത്സിന്റെ മാർക്ക്, ഇനി നമുക്ക് ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ് കൊടുക്കാം, ഹിന്ദി വേണമെങ്കിൽ ഹിന്ദി കൊടുക്കാം. അതിപ്പോ ആരുടെ കൊടുത്താലും നമുക്ക് ആ ഒരു മാർക്ക് അവിടെ വരും. അതാണ് ഈ പറയുന്ന എച്ച് ലുക്കപ്പ് എന്ന് പറയുന്നത്. അപ്പൊ മാർക്ക് മാത്രമല്ല, നമ്മൾ കമ്പനികളിലും ഒക്കെ ചെയ്യുമ്പം നമ്മൾ അവിടെ കിട്ടുന്ന ഡാറ്റ അനുസരിച്ച് അന്നേരം അങ്ങ് ചെയ്തോണം. മാർക്ക് മാത്രമല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കൺസെപ്റ്റ് ഇതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഈ വി ലുക്കപ്പ് മനസ്സിലായവർക്ക് എച്ച് ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്, ഒരു വ്യത്യാസവും ഇല്ല അതിനകത്ത്, വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് നെയിം കൊടുത്തിട്ടില്ല, ഇന്ന ആളുടെ ഒരു നെയിം നമ്മൾ കൊടുത്തിട്ടില്ല. ആരുടെയെങ്കിലും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ആരുടെ ആയാലും മാത്സിന്റെ മാർക്ക് വരണം. ഇപ്പൊ ഞാൻ അരവിന്ദ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അരവിന്ദിന്റെ വരണം, റോഹന്റെ കൊടുത്താൽ റോഹന്റെ വരണം, ഗോപാലിന്റെ കൊടുത്താൽ ആളുടെ വരണം. അപ്പൊ ഇന്ന ആളെന്ന് സ്പെസിഫൈ ചെയ്ത് ഞാൻ കൊടുത്തിട്ടില്ല, ആളുടെ മാത്സിന്റെ മാർക്കാണ് വരേണ്ടത്. അപ്പൊ നമുക്കത് കണ്ടെത്താനായിട്ട് ചെയ്യേണ്ട കാര്യം മാത്സിന്റെ മാർക്ക് ഈ കോളത്തിലാണ് അല്ലെ. അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമ്മളുടെ എല്ലാ ഫംഗ്ഷനും എക്സലിലെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ സൈനിലാണ്. അതുകൊണ്ട് തന്നെ എച്ച് ലുക്കപ്പും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ സൈനിലാണ്. സോ ഈക്വൽ സൈൻ കൊടുത്തു. അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ട കാര്യം ഏത് ഫംഗ്ഷൻ ആണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഫംഗ്ഷന്റെ പേര്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എച്ച് ലുക്കപ്പ് ആണ്. സോ എച്ച് ലുക്ക് എന്ന് കുറച്ച് കാര്യം ആൽഫബറ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം തൊട്ട് താഴെ എച്ച് ലുക്കപ്പ് എന്ന് വന്നിട്ടുണ്ട്.
അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ എച്ച് ലുക്കപ്പ് എന്ന് പറയുന്ന ഇതിന്റെ മുകളിൽ എവിടെയെങ്കിലും ഒന്ന് മൗസ് കൊണ്ടുവെക്കുക. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് 2 തവണ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഫംഗ്ഷൻ അവിടെ വരും, ബ്രാക്കറ്റോട് കൂടി അവിടെ വരും. അല്ലെങ്കിൽ നമ്മൾ മാനുവലി ചെയ്യുവാണെങ്കിൽ എച്ച് ലുക്കപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം, ഈ ബ്രാക്കറ്റ് നമ്മൾ കൊടുക്കണം. അപ്പൊ നമ്മളുടെ ബ്രാക്കറ്റ് വന്നു. ഇനി ഇപ്പൊ ചെയ്യേണ്ട കാര്യം, ഇതിന്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു സ്ട്രക്ചർ നമുക്ക് കാണാം, സിന്റാക്സ്. അതായത് അങ്ങനെ അതിനെ നമുക്ക് എഴുതാൻ പറ്റൂ, അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് എഴുതി കഴിഞ്ഞാൽ ആ ഒരു വാല്യൂ നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പം എച്ച് ലുക്കപ്പ് കൊടുത്തു, ബ്രാക്കറ്റ് കൊടുത്തു. ഇനി വേണ്ടത് ലുക്കപ്പ് വാല്യൂ ആണ്. ലുക്കപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മൾ നെയിം ആണ് കൊടുക്കുന്നത്, നമ്മൾ കൊടുക്കുന്ന കാര്യം. അതായത് ഓരോരുത്തരുടെയും നെയിം കൊടുക്കുമ്പോൾ അവരുടെ മാർക്ക് കിട്ടണം. അപ്പൊ ഈ നെയിം എന്ന് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് തൊട്ടപ്പുറത്ത് കാണുന്ന ഈ ഒരു സെല്ലിലാണ് ഞാൻ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു സെല്ലിനെ വേണം സെലക്ട് ചെയ്യാനായിട്ട്. നമ്മൾ നെയിം എവിടാണോ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് ആ സെല്ല് സെലക്ട് ചെയ്തു. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് അഡ്രസ്സ് നമുക്ക് ഇവിടെ കാണാം. ഇനി കോമയാണ് കൊടുക്കേണ്ടത്, കോമ കൊടുത്തു. അത് കഴിഞ്ഞ് ലുക്കപ്പ് വാല്യൂ കൊടുത്തു. ഇനി വേണ്ടത് ടേബിൾ അറേ ആണ്. ടേബിൾ അറേ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ടേബിളിനെ സെലക്ട് ചെയ്യണം. അതായത് ഈ നെയിം എന്ന് പറയുന്ന ഈ സെല്ലിലോട്ട് മൗസ് കൊണ്ടുവച്ചു, ക്ലിക്ക് ചെയ്തു. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ വലത്തോട്ട് മൂവ് ചെയ്ത് നമ്മുടെ ടേബിളിലുള്ള എല്ലാ കാര്യവും സെലക്ട് ചെയ്തു. സെലക്ട് ആയതിനു ശേഷം മൗസിൽ നിന്നും കൈയെടുക്കുക. നമ്മൾ കൈയെടുത്ത് കഴിയുമ്പം ആ ഒരു സെലക്ഷൻ പോകത്തൊന്നുമില്ല, അതങ്ങനെ അവിടെ ഇരുന്നോളും. അപ്പൊ നമ്മൾ ഈ സെലക്ട് ചെയ്യുമ്പം സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ ഉള്ളതിന്റെ അഡ്രസ്സ് നമുക്കിവിടെ കാണാം. അപ്പൊ രണ്ടാമത്തെ കാര്യവും കഴിഞ്ഞു, ടേബിൾ അറേ. ഇനി ഒരു കോമ കൊടുക്കുക. ഇനി വേണ്ടത് റോ ഇൻഡെക്സ് നമ്പർ, അതായത് നമുക്ക് വേണ്ടത് മാത്സിന്റെ മാർക്കാണ്. അപ്പൊ ഈ മാത്സ് എന്ന് പറയുന്ന ആളിരിക്കുന്ന റോയുടെ നമ്പറാണ് വേണ്ടത്. നെയിം എന്ന് പറയുന്നത് 1ാമത്തെ റോയാണ്, ക്ലാസ് എന്ന് പറയുന്നത് 2ാമത്തെ റോയാണ്, ഹിന്ദി എന്ന് പറയുന്നത് 3ാമത്തെ റോയാണ്, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് 4ാമത്തെ റോയാണ്, മാത്സ് എന്ന് പറയുന്നത് 5ാമത്തെ റോയാണ്. അപ്പം മാത്സ് ഇരിക്കുന്നത് 5ാമത്തെ റോയിലാണ്. സോ ആ നമ്പർ 5 എന്ന് കൊടുക്കുക. ഇനി ഒരു കോമ കൊടുക്കുക. ഇനി വേണ്ടത് ഇവിടെ കറക്റ്റ് നമുക്ക് എക്സാക്ട് മാച്ചിന് വേണ്ടി നമ്മൾ ഫോൾസ് ആണ് കൊടുക്കേണ്ടത്. എപ്പോഴും നമ്മൾ ഫോൾസ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ഒന്നുകിൽ ഫോൾസ് എന്ന് ടൈപ്പ് ചെയ്യോ, അല്ലെങ്കിൽ ഇതിന്റെ താഴെ കിടപ്പുണ്ട്. അപ്പൊ ഈ ഫോൾസ് എന്നുള്ളതിലോട്ട് മൗസ് കൊണ്ട് വെച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ആ ഒരു കമാൻഡ് പൂർത്തിയാകാൻ ഇനി ഒരു കാര്യം കൂടെ വേണം. അതായത് ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ ഈ ബ്രാക്കറ്റിനെ നമ്മൾ ക്ലോസ് ചെയ്തിരിക്കണം. അപ്പൊ ക്ലോസിംഗ് ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ 0യിലാണ്. അപ്പൊ നമ്മൾ 0 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 0 വരുന്നത്, ക്ലോസിംഗ് ബ്രാക്കറ്റ് വരത്തില്ല. ക്ലോസിംഗ് ബ്രാക്കറ്റ് വരാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം, ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റും അടുത്ത ഫിംഗർ കൊണ്ട് 0യും, ക്ലോസിംഗ് ബ്രാക്കറ്റ് ഇരിക്കുന്ന 0യും പ്രസ് ചെയ്യുക. ഈ 2 കീയും അറ്റ് ദ സെയിം ടൈം ഒരുപോലെ പ്രസ് ആകണം, എങ്കിലേ അതോടെ വർക്ക് ആകത്തുള്ളൂ. അപ്പം നമ്മുടെ കമാൻഡ് എല്ലാം കഴിഞ്ഞു. ഇനി പ്രോസസ്സിംഗ് നടക്കണം. പ്രോസസ്സിംഗ് നടക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, കീബോർഡിലെ എന്റർ കീ ഒന്ന് പ്രസ് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു കാര്യം കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ അത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, അത് തെറ്റോ കാര്യമൊന്നുമല്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് ഈ നെയിം എന്നുള്ളിടത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട സെല്ല് സെലക്ട് ചെയ്തിട്ട് അവിടെ ആരുടെയെങ്കിലും പേരൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോ റോഹന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് കീബോർഡിലെ എന്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് കാണാം റോഹന് മാത്സിന് കിട്ടിയിരിക്കുന്ന മാർക്ക് 84. അപ്പൊ വളരെ എളുപ്പം തന്നെ നമ്മളൊരു വലിയ ലിസ്റ്റ് ആണെങ്കിൽ ആ ലിസ്റ്റിൽ നിന്നും റോഹന്റെ മാത്സിന്റെ മാർക്ക് കണ്ടെത്തി കഴിഞ്ഞു. ഇനി ഞാൻ ഈ റോഹൻ എന്നുള്ള പേര് മാറ്റിയിട്ട് മറ്റൊരാളുടെ പേര് കൊടുക്കുവാണ്, അരവിന്ദ്. അപ്പൊ ഈ റോഹൻ എന്നുള്ള വാല്യൂ ഇരിക്കുന്ന സെല്ലിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കർസർ നടുക്ക് വല്ലതുമാണ് വരുന്നതെങ്കിൽ ഈ അവസാനത്തെ ആൽഫബറ്റിന്റെ അവിടോട്ട് മൗസ് കൊണ്ട് വെച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് കർസർ അവിടെ വരും. ഇനി ബാക്ക് സ്പേസ് അടിച്ച് ആ വാല്യൂ കളയുക. അടുത്ത ആളുടെ പേര് അരവിന്ദ് എന്ന് ടൈപ്പ് ചെയ്തു. എന്നിട്ട് എന്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് കാണാം അരവിന്ദിന്റെ മാത്സിന്റെ മാർക്ക് അവിടെ വന്നിട്ടുണ്ട്. അതായത് അരവിന്ദിന്റെ മാർക്ക് 86. നേരത്തെ നമ്മൾ പറഞ്ഞ റോഹന്റെ മാർക്ക് 84. ഇനിയിപ്പൊ നമ്മള് ഗോപാലിന്റെ കൊടുക്കുവാണെങ്കിൽ ആ പേര് കളഞ്ഞിട്ട് ഗോപാലിന്റെ പേര് ടൈപ്പ് ചെയ്തപ്പോൾ ആളുടെ മാർക്ക് വന്നു 78. അപ്പൊ ഇതാണ് നമ്മൾ ഈ പറഞ്ഞ എച്ച് ലുക്കപ്പ് എന്ന് പറയുന്നത്. ഇതൊന്നും പ്രയാസമുള്ള കാര്യമല്ല, നമുക്ക് എളുപ്പം തന്നെ കണ്ടെത്താനായിട്ട് പറ്റുന്ന കാര്യമാണ്. ഇപ്പൊ നമുക്ക് ഈ മാത്സിന്റെ അവിടെ മാത്സ് അല്ല വേണ്ടത്, നമുക്ക് ഇംഗ്ലീഷ് വേണമെങ്കിൽ അവിടെ നമുക്ക് ഇംഗ്ലീഷ് കൊടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇപ്പൊ നമ്മളിവിടെ പ്രോസസ്സിംഗ് നടത്തി കഴിഞ്ഞാൽ റിസൾട്ട് വരത്തില്ല, കാരണം അവിടെ കിടക്കുന്നത് മാത്സിന്റെ നമ്പറാണ്. അപ്പം നമുക്ക് ഇംഗ്ലീഷ് വേണമെങ്കിൽ നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിനകത്ത്, അതായത് ഈ 78 എന്ന് പറഞ്ഞ മാർക്ക് ഇരിക്കുന്നിടത്ത് മൗസ് കൊണ്ടുവച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു പ്രോഗ്രാം അവിടെ വരും. അപ്പൊ ഈ 5 എന്നുള്ളിടത്ത്
ക്ലിക്ക് ചെയ്ത് ബാക്ക് സ്പേസ് അടിച്ചിട്ട് 4 എന്ന് കൊടുക്കണം. അതായത് ഇംഗ്ലീഷ് ഇരിക്കുന്നത് 4ാമത്തേതാണ്. 1 2 3 4. എന്നിട്ട് എന്റർ കീ അടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഗോപാലിന്റെ ഇംഗ്ലീഷ് മാർക്ക് കിട്ടി. അപ്പൊ ഇങ്ങനെ നമുക്ക് ആരുടെ വേണമെങ്കിലും ഏത് കാര്യം വേണമെങ്കിലും റിട്രീവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്നത്തെ ക്ലാസ്, ആരും മിസ്സാക്കേണ്ട.